അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് എക്സ് വൈ സെഡ് ആർ ഡിഫറെൻറ്റ്, if x, y, z are different and delta equal to x a square 1 plus s cube, y square 1 plus y cube, z square 1 plus z cube equal to 0. Then show that 1 plus xyz equal to 0. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. If xyz are different, ഇത് എക്സും വൈയും സെഡും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഡെൽറ്റ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഷോ ചെയ്യണം 1 plus xyz 0 ആണ്. ഷോ ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നത് എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഇത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 1 plus xyz ഈക്വൽ ടു 0 എന്നാണ് ഷോ ചെയ്യേണ്ടത്. 0 എന്നാണ് ഷോ ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ തേർഡ് കോളം 2 എലമെൻറ്റിൻ്റെ സമ്മാണ്. അപ്പോൾ 2 ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് നമുക്ക് ഇതിനെ എഴുതാം. സോറി, 2 ഡിറ്റർമിൻ്റെ സമ്മാക്കിയിട്ട് കേട്ടോ. ആദ്യം 1 എഴുതാം പ്ലസ് ഈക്വൽ ടു 0. ഈ 2 ഡിറ്റർമിൻ്റെ സം. ഓക്കെ, ഇനി ഫസ്റ്റ് റോയിൽ നിന്ന് എക്സ് കോമൺ എടുക്കാം, സെക്കൻഡ് റോയിൽ നിന്ന് വൈ കോമൺ എടുക്കാം, തേർഡ് റോയിൽ നിന്ന് സെഡ് കോമൺ എടുക്കാം. ഇത്രയും കിട്ടും. നമുക്ക് ഈ ഡിറ്റർമിനൻറ്റും സെയിം ആക്കാനും വേണ്ടി ഇതിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഈ ഡിറ്റർമിനൻറ്റിനെ സെക്കൻഡ് കോളും തേർഡ് കോളും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 കോളം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ആവും. അപ്പം നെഗറ്റീവ് വരും പുറത്ത്. ഫസ്റ്റ് കോളം മാറ്റില്ല. എക്സ് വൈ സെഡ്
ഞാൻ ഈ രണ്ട് ഡിറ്റർമിനൻറ്റ് സെയിം ആക്കാന്നുള്ള ഉദ്ദേശം. എന്നാൽ കോമൺ എടുക്കാം. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണ്. അപ്പം നമുക്ക് ആ വാല്യൂ കോമൺ എടുക്കാം. വീണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. C1 ഇൻ്റർചേഞ്ചസ് ടു C2. അപ്പോൾ ഒരു കോളം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ആവും. അപ്പോൾ ചേഞ്ച് ആകുമ്പോൾ മൈനസ് ഉണ്ടാവും, പ്ലസ് ആവും. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റും സെയിം ആണ്. നമുക്കത് കോമൺ എടുക്കാം. ഡിറ്റർമിനൻ്റ് ഒരു വാല്യൂ ആണ്. ബാക്കി 1 + xyz = 0. അപ്പോൾ ഇത് ഇൻറ്റു ഇത് 0 ആണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ മൾട്ടിപ്പിൾ 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവാം. ഒന്നെങ്കിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം, അല്ല രണ്ടും 0 ആവാം. നമുക്ക് ഇത് 0 ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 0 അല്ലാതിരിക്കും വേണം. രണ്ടെണ്ണം മൾട്ടിപ്പിൾ ചെയ്താൽ 0 ആണെങ്കിൽ ഇത് 0 എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് 0യും ഇത് 10ഉം ആയാലും ആൻസർ 0 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ ഡിറ്റർമിനൻറ്റ്, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ ഈസിക്കും വേണ്ടി ഇത് രണ്ടും 0 ആക്കും. R2 ചേഞ്ചസ് ടു R2 - R1. R3 ചേഞ്ചസ് ടു R3 - R1. ഓക്കെ. ഇനി ഫസ്റ്റ് കോളം വെച്ച് ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഒരു എലമെൻറ്റ് വെച്ച് ചെയ്താൽ മതി. 1 ഇൻറ്റു ഓക്കെ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ബാക്കിയുള്ളതൊക്കെ 1 ഇൻറ്റു ഇതാ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇത്. ബാക്കി 0 0 ആകുമ്പോൾ 0 ആയി പോകും മൊത്തം. ബാക്കി രണ്ട് ടേം 0 ആയി പോകും. ഒറ്റ എലമെൻറ്റ് വെച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി 1 + x. ഇനി കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുത്ത ഡിറ്റർമിനൻറ്റ് കാണാൻ ഈസി ആവും. ഇപ്പോൾ നമുക്ക് y² - x² y - x × y + x എന്ന് എഴുതും. z² - x² ഇനി ഫസ്റ്റ് റോന്ന് y - x ഉം സെക്കൻഡ് റോന്ന് z - x ഉം കോമൺ എടുക്കാം. 1 ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കും. ബോർഡിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടേക്ക് എഴുതുന്നു. y - x z - x അതിൻ്റെ ഡിറ്റർമിനൻറ്റ് z + x മൈനസ് y + x ഇൻറ്റു 1 + xyz = 0.
വൈ മൈനസ് എക്സ് സെഡ് മൈനസ് എക്സ്, ഒരു എക്സും എക്സും ക്യാൻസലായ സെഡ് മൈനസ് വൈ. അപ്പോൾ ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു 0. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ 0 ആവാം, ഇതിലേത് മിനിമം ഏതെങ്കിലും ഒന്ന് 0 ആവാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y minus x 0 or z minus x 0 or z minus y 0 or 1 plus x y z 0. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 0, അല്ലെങ്കിൽ ഇത് 0, അല്ലെങ്കിൽ ഇത് 0, അല്ലെങ്കിൽ ഇത് 0 ആവും. ഇനി y minus x 0, z minus x 0, z minus y 0, അത് പോസിബിൾ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് വൈ സെഡ് ആർ ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഒരിക്കലും വൈയും എക്സും സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. മൈനസ് ചെയ്താൽ ഒരിക്കലും 0 കിട്ടൂല. സെഡും എക്സും ഡിഫറെൻ്റ് ആണ്, മൈനസ് ചെയ്താൽ ഒരിക്കലും 0 കിട്ടൂല. അപ്പോൾ ഇതൊന്നും 0 ആയിരിക്കില്ല. പിന്നെ ആകെ പോസിബിൾ എന്താ ഉള്ളൂ? 1 plus x y z equal to 0. റെഡി അല്ലേ? So therefore 1 plus x y z equal to 0. നമുക്ക് ഷോ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഷോ ചെയ്ത് കാണിച്ചു. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്ത് റെഡിയാവും, എല്ലാം റെഡിയാക്കാം. ഓക്കെ, ഷോ ദാറ്റ് determinant 1 plus a b c into equal to ഓക്കെ, ഇത് ഷോ ചെയ്യാം. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഈ ഒരു 1 plus 1/a എന്നൊക്കെ വേണ്ടത് കൊണ്ട് ഫസ്റ്റ് റോയിൽ നിന്ന് എ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പം എന്താ വരിക? 1/a plus 1, 1/a, 1/a, 1/b, 1/b plus 1, 1/b, 1/c, 1/c, 1/c plus 1. ഫസ്റ്റ് റോയിൽ നിന്ന് ഞാൻ എ ഔട്ട് സൈഡ് എടുത്തു, സെക്കൻഡ് റോയിൽ നിന്ന് ഞാൻ ബി ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ടാണ് കേട്ടോ ഇത് വരിക. ഒന്ന് സ്റ്റെപ്പ് മുന്നേ പറഞ്ഞു പോയി. ഫസ്റ്റ് റോയിൽ നിന്ന് എ ഔട്ട് സൈഡ് എടുത്തപ്പോൾ ഇത്, സെക്കൻഡ് റോയിൽ നിന്ന് ബി ഔട്ട് സൈഡ് എടുത്തപ്പോൾ ഇത്, തേർഡ് റോയിൽ നിന്ന് സി ഔട്ട് സൈഡ് എടുത്തപ്പോൾ ഇത് കിട്ടും. ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട, അപ്ലൈ, എല്ലാ റോയും ആഡ് ചെയ്യാം. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പം എല്ലാം സെയിം ആവും. അപ്പം എ ബി സി ഇൻറ്റു ആഡ് ചെയ്യുമ്പോൾ
സെക്കൻഡ് റോ അതന്നെ. ഓക്കെ, ഇനി 1 + 1/a + 1/b + 1/c ഔട്ട് സൈഡ് എടുക്കുക. ബാക്കി 1 1 1 1/b ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ ഈസിക്കും വേണ്ടി ഇതും 0 ആക്കുക. അപ്ലൈ. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് മായ്ക്കുന്നു. മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് റോ വെച്ച് ഡിറ്റർമിനൻ്റ് കാണും. 1 × ബാക്കിയൊക്കെ 0 0 0. ഇതിൻ്റെ ഡിറ്റർ 1 × 1 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതും വേറൊരു ഇക്വേഷൻ കൂടി കിട്ടണം. ഞാൻ ജസ്റ്റ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയും എയും കട്ടാവും. BC ഈക്വൽ ടു റൈറ്റ് ആൻസർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ക്ലിയർ അല്ലേ? ഇത് സെയിം എലമെൻ്റ് ആക്കിയെടുത്ത് പുറത്തെടുത്താൽ 1 1 ആവും. അപ്പോൾ ഇത് 2 0 ആക്കാൻ സുഖം ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോന്നും വേറെ ഐഡിയ ഒന്നുമില്ല. ഇതിങ്ങനെ ഒന്നെങ്കിൽ നേരിട്ട് ഡിറ്റർമിനൻ്റ് കാണാൻ പ്രയാസമാവും പ്രൂവ് ദാറ്റിലെത്താൻ, ഇപ്പോൾ അല്ലെങ്കിൽ ചിലപ്പം കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സിമ്പിളാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഏകദേശം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അത് നോക്കിയാൽ പിന്നെ മനസ്സിലാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. using property of determinants and without expanding
പ്രൂവ് ദാറ്റ് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. ഓരോന്നെടുത്ത് ഇങ്ങനെ ചെയ്യാം. അതായത് യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻറ്റ്സ്. ഡിറ്റർമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് വിത്തൗട്ട് എക്സ്പാൻഡ് ചെയ്യരുത്. ഈ ഡിറ്റർമിൻ്റെ ആൻസർ 0 എന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് 2 എലമെൻ്റ് സമ്മായിട്ടാണ് തേർഡ് കോളം. ഇപ്പം 2 ഡിറ്റർമിൻ്റെ സമ്മായിട്ട് എഴുതാം. ഈ 2 കോളം ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0. ഈ 2 കോളും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0. അപ്പോൾ ആൻസർ 0. റൈറ്റ് ഹാൻഡ് സൈഡ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്നത് എക്സ്പാൻഡ് ചെയ്യാതെ, അതായത് ഫസ്റ്റ് എലമെൻ്റ് ഇൻറ്റു അങ്ങനെ പറയാതെ പ്രോപ്പർട്ടി മാത്രം യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസർ കാണും. ഇത് പ്രൂവ് ചെയ്യണം. ഈ ഡിറ്റർമിൻ്റെ ആൻസർ 0 എന്ന് പ്രൂവ് ചെയ്യണം. അടുത്തത് അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതും എക്സ്പാൻഡ് ചെയ്യാതെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെന്ന് പറയണം. നോക്കാം. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത്. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാം. R1 ചേഞ്ചസ് ടു എന്തിനാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് റോ ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് എടുക്കണം. കാരണം A മൈനസ് എ, ബി മൈനസ് ബി, സി മൈനസ് ഒക്കെ ക്യാൻസലായി 0 0 വരും. ഒരു റോയോ ഒരു കോളോ മൊത്തം 0 വന്ന ആൻസർ 0 ആയിരിക്കും. ഡിറ്റർമിൻ്റെ ഒരു റോയോ ഒരു കോളോ മൊത്തം 0 വന്നാൽ ആ ഡിറ്റർമിൻ്റെ ആൻസർ 0 ആയിരിക്കും. നോക്കാം. ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ
അടുത്ത് അടുത്ത് അടുത്തത് മാറ്റില്ല. -b + b -c + c -a + a ക്യാൻസൽ. അതേപോലെ ഇവിടെ ക്യാൻസൽ, ഇവിടെ ക്യാൻസൽ. അപ്പോൾ 0. ഇതിൻ്റെ ഒരു റോ കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0, അല്ലെങ്കിൽ ഒരു കോളം കംപ്ലീറ്റ് 0 ആയാലും ഡിറ്റർമിനൻ്റ് 0. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Two 765, 3 875, 5 986. ഇത് എക്സ്പാൻഡ് ചെയ്യാതെ എങ്ങനെയാണ് 0 എന്ന് പറയാം? ഞാനൊരു ഓപ്പറേഷൻ പറയാം. ഫസ്റ്റ് കോളത്തിന് ആ കോളം പ്ലസ് 9 ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യാം. അപ്പോൾ നോക്ക്, 2 + 9 ഇൻറ്റു 7 63 + 2 65, 3 + 9 ഇൻറ്റു 8 75, 5 + 9 ഇൻറ്റു 9 86. ഇതേ സാധനം ഇവിടെ വരും. അപ്പോൾ ആൻസർ 0 എന്ന് പറയും. ഐഡൻറ്റിക്കൽ കോളം വന്നു. അപ്പോൾ ഡിറ്റർമിനൻ്റ് ആൻസർ 0 = റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി വിത്തൗട്ട് എക്സ്പാൻഡിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഐഡൻറ്റിക്കൽ റോ ഉണ്ടാക്കാൻ നോക്കട്ടെ, അല്ലെ കോളം. ഇവിടെ 1 1 ഉണ്ട്. സെയിം കിട്ടുകയാണെങ്കിൽ പുറത്തെടുത്താലും 1 1 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യാം. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ക്വസ്റ്റ്യൻ എഴുതാം. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതിൽ C2 ചേഞ്ചസ് ടു C2 + C3 എന്നുള്ളത് അപ്ലൈ ചെയ്യും. അപ്പം എന്താ വരിക?
അടുത്ത് ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഓർഡറിൽ ഇത് AB + BC + CA. അടുത്ത ഓർഡറിൽ ഇത് ഇതിലെ എലമെൻ്റ് ഒക്കെ സെയിം ആണ്. സെക്കൻഡ് കോളത്തിൽ AB + BC + CA. സെക്കൻഡ് കോളത്തിലുള്ള എല്ലാ എലമെൻറ്റും സെയിം ആണ്. അപ്പോൾ ആ എലമെൻറ്റ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ ഇതൊന്ന് ബാക്കി. അപ്പോൾ AB + BC + CA ഔട്ട് സൈഡ് എടുത്തു. ബാക്കി 1 1 1 1 1 1 A × B + C, B × C + A, C × A + B. അപ്പോൾ ഐഡൻറ്റിക്കൽ കോളം വന്നു, ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. AB + ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 കിട്ടി, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാതെ ഡിറ്റർമിനൻ്റ് കാണാൻ ഒന്ന് തറവായി. ഇനി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്യുക, എല്ലാ ടൈപ്പും ചെയ്യുക. കാരണം ഈ ഐഡിയകൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഓരോരോ ഐഡിയകൾ കിട്ടുക. പിന്നെ നിങ്ങളങ്ങ് ചിന്തിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇതുവരെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Show that 1 1 1 ABC A² B² C² equal to A - B C - A. ഇതിൻ്റെ ഒരു പാറ്റേണിലുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസും തരാം. ഓക്കെ, ഷോ ദാറ്റ്. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഈ പാറ്റേണിലുള്ള. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്ലൈ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓപ്പറേഷൻ R2 ഇതും 0 ആക്കുക. ഇത് വെച്ചിട്ട് ഇത് മൈനസ് ഇത് 0, R3 - R1, ഇത് മൈനസ് ഇത് 0. അപ്പോൾ എന്തായിട്ട് മാറും? 1 A A², 1 B², സോറി R2 - R1 മൈനസ് A 0 B - B² - A² 0 C - C² - A². ഇനി ഒരു എലമെന്റ് വെച്ച് ഡിറ്റർമിനന്റ് കാണാം. 1 × ഡിറ്റർമിനന്റ് B - A C - A. ഇനി കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുക്കുക. അപ്പോൾ ഇതിനെ, അപ്പോൾ ബാക്കിയുള്ളതോ 1 വെച്ച് ബാക്കിയുള്ളതോ
ഈ കോളം ഫസ്റ്റ് കോളം വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ ഇത് ഇൻറ്റു ഡിറ്റർമിനൻറ്റ്, ബാക്കി രണ്ടും 0 ആയി പോകും. 0 0, ബാക്കി എലമെൻറ്റ് 0 ആയി പോകും. അപ്പോൾ ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് വെച്ച് ചെയ്താൽ മതി, ബാക്കി രണ്ടും 0 ആയി പോകും. ബി മൈനസ് എ, ബി സ്ക്വയർ മൈനസ് എനെ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എന്ന് എഴുതാം. സി മൈനസ് എ, സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ. ബി മൈനസ് എ ഔട്ട് സൈഡ് എടുക്കാം. സെക്കൻഡ് റോന്ന് സി മൈനസ് എയും ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി 1 ബി പ്ലസ് എ, 1 സി പ്ലസ് എ. ബി മൈനസ് എ, സി മൈനസ് എ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സി പ്ലസ് എ മൈനസ് ഓഫ് ബി പ്ലസ് എ. ബി മൈനസ് എ, സി മൈനസ് എ, എയും എയും മൈനസ് ചെയ്യുക, സി മൈനസ് ബി. അപ്പോൾ നമുക്ക് എ മൈനസ് ബി അങ്ങനെ കിട്ടേണ്ട. തിരിച്ചിട്ട എ മൈനസ് ബി, ഒരു നെഗറ്റീവ് പുറത്തുണ്ടാവും. ഇതിനെ തിരിച്ചിട്ട ബി മൈനസ് സി, ഒരു നെഗറ്റീവ് പുറത്ത്, ആ നെഗറ്റീവ് പോസിറ്റീവായി, പിന്നെ സി മൈനസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പാറ്റേൺ. ഇനി ഇതിൻ്റെ വേറൊരു പാറ്റേൺ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രൂവ് ദാറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം.